ഹലോ ഗൈസ് ഹലോ ഹലോ വാ വാ വ്ലോഗ് എടുക്കണേ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് പാടി ഇങ്ങോട്ട് വാ വാ നല്ല കിട്ടല്ലോ വാ വാ. അപ്പോ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ വാ സംസാരിക്കട്ടെ നമ്മൾ കേട്ടോ. ഇത് ലസ മോള് അല്ലോ. ലസ പപ്പ വിളിച്ച അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് രാവിലെ തന്നെ ഉമ്മാൻ്റെ ഒരാളെന്ന് പറഞ്ഞാൽ ആരടി ഉമ്മാൻ്റെ ഇപ്പം ഉമ്രക്ക് പോയ ഒരാൾ മരണപ്പെട്ടിരിക്കണേ. അപ്പോൾ ഒരാളല്ല അല്ലേ എത്താത്ത അപ്പോൾ പിന്നെ ഉമ്മക്ക് കുറച്ചേരവിടെ പോയി നിൽക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പോരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അമ്മ പോയിട്ട് ഇങ്ങനെ വരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഞാൻ പോകുമ്പോൾ കൊണ്ടാക്കി തരണം എന്നൊക്കെ ചോദിച്ചിട്ടോ. പക്ഷേ അത് വേണ്ടെന്ന് പറഞ്ഞു ഉമ്മ. കാരണം കാറിൽ ബൈക്കിൽ എന്തായാലും ഞാൻ പോകില്ല, മഴയല്ലേ. കാറിലാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പെട്രോൾ കുറേ അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടപ്പോൾ വേണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ശരിക്കാക്കി തരണം ചോദിച്ചു. അപ്പോഴും വേണ്ടായിരുന്നു. ബസ്സിനാണ് കയറി കഴിഞ്ഞാൽ അവിടെ ശരി തന്നെയാണ്. അപ്പോൾ പിന്നെ ആവും വേണ്ടായിരുന്നു. അപ്പോൾ എപ്പോൾ വിളിക്കുമ്പോൾ ഏതായാലും ഒരു ഡ്രസ്സൊക്കെ എടുക്കാണ്ടല്ലേ കുട്ടിക്ക്. ആർക്കാ? ഏത് കുട്ടിക്കാ? അതെ. അപ്പോൾ മുടി കളിച്ചിലാണ്. അപ്പോൾ അതിന് ഡ്രസ്സ് കൊടുക്കണം. അപ്പം ഉമ്മാക്ക് വിളിച്ചിട്ട് പറഞ്ഞു ചെറുപ്പശ്ശേരിയിൽ നിൽക്ക്. എവിടെ നിൽക്കണ്ട വെച്ചാൽ ബസ് സ്റ്റാൻഡിന്റെ മുമ്പിൽ നിൽക്ക്. അമ്മക്ക് നോമ്പുണ്ട്, അപ്പോൾ ബുദ്ധിമുട്ടല്ലേ. അതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടായി ഞങ്ങൾക്കിപ്പോ ഇഷ്ടം പാന്റ് ഇടാനാ, വലിയ പാന്റ് ഇടാന്. അത് നല്ല ഇന്നത്തെ വിറ്റാവുന്നല്ല. ആ വീഡിയോ എടുത്ത് കാണിച്ചെടുത്തൊക്കെ വീഡിയോ എടുത്ത് കാണിച്ചെടുക്കടാ. ഇന്ന് ഞാനേ എവിടെ പോയി? സ്റ്റുഡിയോ പോയപ്പോണ്ട് ഒരാള് ഒരു വീഡിയോ അയച്ചിരുന്നു. ജിൻസി എന്താ വീഡിയോ നോക്കട്ടോ. ഏതാ അഭിനയം, ഏതാ അഭിനയം മോളെ. ലൈവായിട്ട് ബുക്കിപ്പോ ലസ. ആരാണ് ബിസ്ക്കറ്റൊക്കെ നിലത്തിട്ട്? ആരാ അവിടെ ഇരിക്കോ? ഇരിക്കേ. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ പിന്നെ ഉമ്മാനോട് ബസ് സ്റ്റാൻഡിന്റെ നേരെ മുമ്പിൽ നിൽക്കാൻ പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് റെഡി ആയിട്ട് പോവുകയാണ്. അല്ലേ ഗൈസ്? അല്ലേ ഗൈസ്? ഗൈസ് യെസ് പറയും, യെസ് പറയും, യെസ് പറയും. നോ നോ അല്ല യെസ്, യെസ് പറയടി. നോ നോ അല്ല യെസ്. അന്നജ് വേണ്ട. അപ്പൊ നോന്ന് പറഞ്ഞേക്കണ ഓളില്ല കേട്ടോ. ദിസ് ഈസ് മൈ ഫോൺ, ഡോണ്ട് ടച്ച് വിത്ത് മൈ ഫോൺ. ഓക്കെ? തെറ്റു ജി. ഓളെ കരിപ്പിച്ചായിരുന്നു കേട്ടോ. ഇതെന്താ വിചാരിച്ച അടിയടിന്റെ പപ്പനൊക്കെ ആരാന്നെ വിചാരം? ആരജി വിട്ടേക്കണ വീഡിയോ എടുക്കുന്നോണ്ടാണ് തൊലിച്ച് ചിരിച്ചത്. വീഡിയോ എടുക്കുന്നോണ്ടാണ് ചിരി, അല്ലെങ്കിൽ എപ്പോഴോ കരഞ്ഞിവിടെ. അടിയടിട്ടൊക്കെ നോക്കി പഠിച്ചു. ഞാൻ നോക്കണ ചെയ്. പാവത്തിരെ പപ്പ ചൂടയിക്ക, പാവത്തിരെ വസലയിക്ക, പാവത്തിരെ പാവത്തിരെ കരഞ്ഞളാ. അപ്പൊ കരഞ്ഞളാ പറയ്. അനക്കെന്താ പറയാനുള്ളേ? പപ്പനെ പറ്റി എന്താ പറയാനുള്ളേ? ഹലോ, പപ്പനെ പറ്റി എന്താ പറയാനുള്ളേ? വാവൊന്നും ഇല്ല ഇവിടെ, വെറുതെ പറയണം. വാവ് നോക്കട്ടെ. മറിച്ചിടൂപ്പോ പറയ്. പപ്പനെ പറ്റി എന്താ പറയാനുള്ളേ? പപ്പനെ പറ്റി എന്താ പറയാനുള്ളേ? പപ്പനെ പറ്റി പറയാനുള്ളത് പറയ്. വാവൊന്നും ഇല്ല, ഇല്ല, ഇല്ല. ഗൈസ്, അപ്പൊ അടുത്ത ഇതിലോട്ടും അറിയിക്ക ഇവിടെ അറിയിക്ക. വാവാ എന്താ എന്റെ വിചാരം? കുറച്ചേരം കരഞ്ഞിട്ട്
കുറച്ചേരം കാര്യം ഇവിടെ ഇരുന്നാലാണ് ചെരുപ്പ് ഇട്ട് തരിക പപ്പ. ഹലോ ഗൈസ്, എവിടെ ഇടേണ്ടത്? തലയിലോ? എവിടെ ഇടുക? ഇവിടെ ഇടുക. ഓക്കെ, ഇട്. അങ്ങോട്ട് ഇട്ട് പെണ്ണേ. പൊട്ടത്തേറ്റ് അഭിനയിച്ച അറിയിട്ട് ചോദിച്ച ഒന്നിട്ടില്ല, അടുത്ത് ഇടുക. അപ്പോ വെയിറ്റ്. വയറിടണോ? വയറവിടെ വെക്ക്. എന്നാ അടുത്തത് ഇട് ഗൈസ്. ഞാള് ഉമ്മാനെ കൂട്ടാൻ പോവാട്ടോ. എന്നെങ്കിൽ അമ്മ അവിടെ ഇല്ല, മരിച്ചവരെ പോയതാണെന്ന്. കള്ളക്കരച്ചില് കുറച്ച് കൂടുതലാ. പക്ഷെ നിങ്ങളെങ്ങോട്ടാ പോന്നെ? നിങ്ങളെങ്ങോട്ടാ? മഴ പെയ്തു, വേഗം വിട്ടോ. ഗേറ്റൊക്കെ ഞാൻ തുറക്കണോ? ഉമ്മാനോട് ഇവിടെ വരാൻ പറഞ്ഞു, ചെറുപ്പളശ്ശേരിക്ക്. ഞാൻ അങ്ങോട്ട് വരാമെന്ന്. ഒരു ജിൽഷാക്കാൻ്റെ പാപ്പാൻ്റെ പെങ്ങളെ മോൻ്റെ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാണ്ട്, അമ്മായിൻ്റെ മോൻ്റെ കുട്ടിക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് പോവാ. ഗേറ്റ് തുറക്കട്ടെ. ഗേറ്റ് അങ്ങോട്ടേക്ക്. അടച്ചോനെ, സ്ഥലല്ല ഇവിടെ. അല്ല പഠിച്ചോനെ, സ്റ്റൈലാക്കില്ല. ബാക്ക് പോട്ടോ. ഈ കുട്ടി എന്ത് കളിക്കാ? ബൈ പറ. ഇനി ഇവിടുത്തെ വികൃതി കളിക്കാനുള്ള അതിലെ വേ ബായ് പറയുന്നത്. ചെർപ്പളശ്ശേരി എത്തി ഗൈസ്. ചെർപ്പളശ്ശേരി എത്തിയപ്പോൾ ലസമോൾക്ക് എന്തൊക്കെയാ പറയാണ്ട് പറയും. നമുക്ക് സ്റ്റാൻഡ് മൊത്തം ഒന്ന് കാണാം. ആദ്യം അമ്മാനെ കാണാണ്ടോ? റോസ് കട ഉമ്മാക്ക് മാത്രമേ റോസ് കട ഉണ്ടാവുള്ളൂ. ഞാൻ പുറത്ത് വെക്കാനാ പറയണം. കൊറേ നേരം നിക്കുന്ന ഭാഗം. കൊറേ നേരായോ? ഇങ്ങനെ ഡ്രസ്സ് നോക്കാൻ വേണ്ടിട്ട് ഇവിടെ എത്തിയില്ല. എന്താ വേണ്ടി? ഗിഫ്റ്റ് എടുക്കാനോ? ലസക്ക് ഗിഫ്റ്റ് ചെയ്യട്ടെ? ലസക്ക് ഗിഫ്റ്റ് ചെയ്യട്ടെ പപ്പ? ആണോ? ഗിഫ്റ്റ് വേണോ? അക്കെന്താ വേണ്ട? പറ. ഡ്രസ്സ് തരാം പപ്പ. ഓക്കെ. അക്കെന്താ വേണ്ട? പപ്പൻ്റെ വണ്ടി എവിടെ? കിട്ടിയില്ലേ? ഉമ്മാക്ക് എന്താ പലാസ പാൻറ്റോ? ഏത് സൈസ് അപ്പോ? അങ്ങനല്ല, അമ്മ പറയുന്ന ഇത് വരുന്നില്ലേ, എന്താ പറയാ, വേറൊരു ക്ലോത്ത് ഇല്ലേ, അവിടെ പോയേക്കാ. കുട്ടി ഡ്രസ്സ് സെലക്ട് ചെയ്തോണ്ട് ലസക്കെന്നാ
ഒന്നും കിട്ടിയില്ല. ഓക്കെ ബൈ. പോവാം ഗൈസ്. ഉമ്മാക്ക് നോമ്പായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ മേടിച്ചു കേട്ടോ അല്ലേ. പക്ഷെ ഞങ്ങൾക്ക് നോമ്പില്ലാത്തത് കൊണ്ട് ഞങ്ങളിപ്പോൾ തിന്നുന്നു. ഇപ്പോൾ എത്ര ആളും കൂടി ഉണ്ട്, പക്ഷെ കുറച്ചേ കാണിച്ചു തരുള്ളൂ കാരണം അവള് ഫുള്ള് വസ്ത്രം ഇട്ടേക്കുക. അതായിരിക്കും സോസ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാല് വയ്യായിട്ട് കാല് കയറ്റിച്ചിട്ടോ എന്ന് വിചാരിക്കണ്ട. ചുടുവെള്ളത്തിന് പൂതിയായി, അപ്പോൾ കുറച്ച് ചുടുവെള്ളം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ജിൻസി കുട്ടി അപ്പിട്ടിട്ട് അത് സെറ്റാക്കാൻ വേണ്ടി പോയിക്കാണ്. ജിൻസി വന്നോ? ഞാൻ അപ്പിട്ട് കൈ കൊടുക്കാറപ്പോ വേണ്ട പറഞ്ഞിട്ടല്ലേ. ഒരു ഗ്ലാസ് എടുക്കാം ഇതില്. ഡപ്പേലോ ഇതെന്താ ആവാത്ത? ശരിക്കും ഇതൊക്കെ കാലം മാറിക്കണോ? ഇതൊക്കെ ശരിക്കും 1 മിനിറ്റ് വെച്ച അപ്പൊ ചൂടാവും. അല്ല അങ്ങനെ ചൂടാവണ മെഷീനൊക്കെ ഉണ്ട്. ഏത് മറ്റേത് കറണ്ടിന്റെ ഇതാരാ ആരാക്കി തന്നെ? ആരാക്കി തന്നെ? ഇങ്ങനെ ആരാക്കി തന്നെ? ആരെങ്ങനെ ആക്കി തന്നെ? ഒരു ഉമ്മാക്കുള്ള ദോശ ചൂടാനുള്ള സെറ്റപ്പിലാണ് ഗൈസ്. കാരണം നോമ്പല്ലേ. ഇതെന്താ? പാലോ? പാലോ? ശർക്കര. ഷുഗറിനെ പറ്റി പറഞ്ഞിട്ടില്ലേ? ഷുഗർ ഉണ്ടോ? ഉണ്ട്. ഒക്കെ ഉണ്ടോ? പക്ഷെ എനിക്കും ജിൻസിക്കും ഇല്ല കേട്ടോ. ഒക്കെ നോർമലാന്ന് പറഞ്ഞു. ഉമ്മാക്ക് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞേക്കണ്. കാരണം ഷുഗറും കൊളസ്ട്രോളൊക്കെ ഉള്ളതുകൊണ്ട്. ഇങ്ങനെ എങ്ങനെ കടി ഉണ്ടാക്കാനാണ്, സ്പെഷ്യലാണ്. ഗൈസ് അമ്മായിമ്മക്ക് നോമ്പായത് കൊണ്ട് മരുമോളാണ് ദോശ. ദോശയാണോ അപ്പാണോ ഗൈസ്? ദോശ. എങ്ങനെയാണ് കോഴിക്കോട് ദോശ ഉണ്ടാക്കല് നോക്കട്ടെ കേട്ടോ. കൊളാക്കോന്ന് അറിയില്ല, ഒക്കെ കാണിച്ചു തരാം. കൊളായി മൊത്തം. എല്ലാവർക്കും അങ്ങനെ തന്നെ. ചെറുതാവും പിന്നെ റെഡി ആവും. ഞാൻ വിചാരിച്ചു ഉമ്മ എന്റെ കൂടെ നോക്കും വിചാരിച്ചു. മറിച്ചെന്നാ വേ മറിച്ചേ. ഒരാൾ ഇവിടെ തിന്നോണ്ടിരിക്കാണ്. എന്താണ് നടക്കണ? അതുകൊണ്ട് തല മാത്രമേ കാണിക്കണുള്ളൂ. ഇന്ന് എന്ത് നോമ്പാ? അത് ഇത് കഴിഞ്ഞിട്ടോ ഗൈസ്. നോക്കട്ടെ നോക്കട്ടെ. എന്നെ കുറ്റം പറയാനായിട്ടൊക്കെ പോലും. ഓ എന്താ ദോശ. ആ മാമന്നോ? അപ്പൊ ഉഗ്ഗുള്ളൂ. വേഗം തിന്നോ. പിടിച്ചോ പിടിച്ചോ. കറി എന്താ? ബീഫ്. എന്താ സ്പെഷ്യൽ? എന്താ ബോട്ടി കഴിഞ്ഞോ? എന്തത് ശരിയാവാത്ത? ഞാൻ ചുട്ടരവാണെങ്കിൽ ഒന്ന് ശരിയാവുന്നില്ല, നന്നാവുന്നില്ല. അല്ല അത്ര നന്നായാ മതി. കടയിൽ വിട്ട് വിൽക്കാനുള്ള വിൽക്കാനുള്ളതല്ലേ. ഇത് ഞാൻ കണ്ടില്ലേ. ഞാൻ കണ്ടിട്ടില്ല പോയത്. അതങ്ങനെ പാല് പതിക്കാനാവുമ്പോ അങ്ങനെ നമ്മൾ എത്ര ഒന്നും കടയത്തെ മാതിരി കൊടുക്കാനുള്ള അല്ലാത്തോണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ഇവിടെ തടിക്കുന്ന. ഇതാണ് ഇതെന്ത് ദോശ മനസ്സിലായില്ല. അതെ
ഇത് നന്നായില്ല. നോക്കി മുട്ട റോസ്റ്റ്. ഓ അപ്പൊ അറിയാഞ്ഞിട്ടല്ല ഇത് തോന്നുന്നത് ഉമ്മട്ടെന്നാണോ? അല്ലല്ലോ. എന്താ സംഭവം അറിയോ? ചട്ടി ഇനിയിപ്പൊ ചട്ടി കുറ്റമായോ? ഇപ്പൊ നല്ല ചൂടായി പോയി. മരോളും മകനും ഒക്കെ ഒപ്പം നിന്നിട്ട് ചായ തഴച്ചു പോയില്ലേതാ. ഞാൻ മൈൻഡിലാക്കിയിട്ടില്ല. നിങ്ങൾ ഒച്ചിമ്മ ഉണ്ടാക്കുമ്പോഴൊക്കെ ഓർമ്മ. വേണ്ട, രണ്ടും നന്നായിക്കില്ല. ഉള്ളു വെന്തിക്കില്ല. ഇല്ല, വെന്തിക്കില്ല. എന്തായാലും അത് കളയണ്ട, തിന്നോ. എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോ എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അവള് കഴിച്ചോണ്ടിരിക്കല്ലേ. അപ്പൊ മക്കളെ ഇൻഷാ അല്ലാഹ് അമ്മ നോമ്പറക്കുള്ള സെറ്റപ്പിലാണ്. അപ്പൊ പിന്നെ ഒരു സ്പെഷ്യൽ കടി മേടിച്ചു കൊടുത്തിട്ടുണ്ട്, കാണിച്ചു തന്നില്ലേ, അതും ഉമ്മാക്കുണ്ട്. പിന്നെ ഫ്രൂട്ട്സും ഉണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്തായാലും അടുത്ത അടിപൊളിയായിട്ട് വീഡിയോ വരുന്നുണ്ട്. അതുവരെക്കും ടാറ്റ, ബൈ.